നമ്മുടെ ലാലേട്ടുണ്ടല്ലോ, വർമ്മ നായർ മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ചൊരു ഡ്രീം കോംബോ സംഭവിക്കുകയാണല്ലേ. ലാലേട്ടൻ, ദിലീഷ് പോത്തൻ ടീമിൻ്റെ നെടുങ്കണ്ടം മിറാക്കിൾ. സാധാരണ ആശീർവാദ് സിനിമാസിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകളിൽ മാത്രം കൂടുതലായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടൻ ഒരു പതിയെ ട്രാക്ക് മാറ്റി തുടങ്ങിയായിരുന്നു. നമ്മൾ ആദ്യം കണ്ടത് മലയക്കോട്ടെ വാലുവിനാണ്. പക്ഷേ അത് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ പലർക്കും അത് വർക്കായില്ല. പിന്നെ തുടരും എന്ന് പറയുന്നത് ആശീർവാദിൻ്റെ പടമല്ല. പിന്നെ അതിമനോഹർ ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഇപ്പം നെടുങ്കണ്ടം മിറാക്കിൾ. അതുപോലെ ഫഹദ് ഫാസിലിനെ വെച്ച് മാത്രം സിനിമ എടുത്തിരുന്ന പോത്തേട്ടൻ, നമ്മുടെ ദിലീഷ് പോത്തനും പതിയെ ട്രാക്ക് മാറ്റുന്നു. മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടി മുതൽ ജോജി, ഇതൊക്കെ ഫഹദിൻ്റെ സിനിമകളാണല്ലോ. നെടുങ്കണ്ടം മിറാക്കിൾ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ വന്നപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പാണ്. അതും കൂടുതലും സിനിമാ പ്രേമികളുടെ വലിയ പ്രതീക്ഷയാണ് ഈ സിനിമ. കാരണം അതിന് ഹൈപ്പിന് കാരണമുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ നടൻ്റെ സ്റ്റാർ വാല്യൂ ആണ്. ലാലേട്ടൻ അടുത്ത പടം എന്ത് ചെയ്യും, ആരുടെ കൂടെ എന്നൊക്കെ ഉള്ളത് സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. രണ്ടാമത്തെ, ദിലീഷ് പോത്തൻ എന്ന ഒരു സംവിധായകൻ്റെ വിശ്വാസ്യതയാണ്. ഹാട്രിക്ക് വിജയം നേടിയ ഒരു സംവിധായകനാണ്. കാരണം ഈ പറഞ്ഞ മഹേഷിൻ്റെ പ്രതികാരം മുതൽ ജോജി വരെ ഹിറ്റ് സിനിമകളാണ്. അതുപോലെ ആർട്ടിസ്റ്റിക് സിനിമ എന്ന രീതിയിൽ പോലും നല്ല ക്രിട്ടിക് ഫീഡ്ബാക്ക് കിട്ടിയ സിനിമകളാണ്. ആദ്യം ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ്റെ പോസിറ്റീവിലേക്ക് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? കാരണം അത് വലിയ കഥകളല്ല, ചെറിയ മനുഷ്യരുടെ ജീവിതമാണ്. പിന്നെ റിയലിസ്റ്റിക്കായ ഒരു അപ്രോച്ചാണ് എന്ന് കരുതി നമ്മൾ സാധാരണ കാണുന്ന പഴയ അവാർഡ് പടം പോലെ ഭയങ്കര ലാഗോ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള സൈലൻസോ ഒന്നുമല്ല. നമുക്ക് കണക്ട് ചെയ്യുന്ന എന്നാൽ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഉള്ള ഒരു സിനിമയാണ് അദ്ദേഹം എപ്പോഴും എടുക്കാറുള്ളത്. കഥാപാത്രങ്ങൾക്ക് ഭയങ്കരമായ ഡെപ്ത് ഉള്ള, സിനിമയുടെ കേന്ദ്രം എപ്പോഴും ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ പോത്തേട്ടൻ ബില്യൻസ് എന്ന് നമ്മളൊക്കെ കൈയടിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് സിഗ്നേച്ചർ രീതികളുണ്ട്. വളരെ സൂക്ഷ്മമായ ഡീറ്റെയിലുകൾ, ഒരു കൃത്യമായ ക്യാരക്ടർ ആർക്കുണ്ട്. അതായത് ഒരു ചെറിയ ഷോട്ടിൽ വന്നു പോകുന്ന ഒരാൾക്ക് പോലും ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. ഇപ്പം മഹേഷിൻ്റെ പ്രതികാര സിനിമ എടുത്താൽ ആദ്യത്തെ കാണുന്ന ഇടുക്കി സോങ്ങിൽ, ആ സോങ്ങിൽ കാണിക്കുന്ന എല്ലാവരും തന്നെയാണ് സിനിമയിൽ പലയിടങ്ങളിൽ പല തവണയായിട്ട് വന്നു പോകുന്നത്. അതുപോലെ ആ സിനിമ അഭിനയിച്ച ഒരു നായക്കുട്ടിയില്ലേ, അതിന് വരെ ഒരു റോളുണ്ട്. കൃത്യമായ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ആ പട്ടിക്കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെ സാഹചര്യങ്ങളനുസരിച്ചുള്ള മാറ്റങ്ങൾ, ലുക്ക് മാറുന്നത്, ഡ്രസ്സ് മാറുന്നത്, സ്ഥലങ്ങളായാലും അതിലൊക്കെ ഒരു മാറ്റങ്ങൾ, ചേഞ്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണിക്കാൻ സാധിക്കും. പിന്നെ സാധാരണ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായിരിക്കും. അമിതമായ ഹീറോയിസം ഇല്ല, ഓരോ കഥാപാത്രത്തിനും വ്യക്തിത്വം കാണും. തൊണ്ടിമുളും ദൃക്സാക്ഷി സിനിമ നമ്മൾ നോക്കിയാൽ അറിയാം. അതിനകത്ത് ഫഹദിൻ്റെ കഥാപാത്രം മാത്രമല്ല, അതിലെ ഓരോ ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിമിഷയുടെ ക്യാരക്ടർ, നമ്മുടെ സുരാജിൻ്റെ ക്യാരക്ടർ, ആ പോലീസുകാരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറാണ്. ഇനി നമ്മുടെ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ, ലാലേട്ടനിലേക്ക് വരാം. മോഹൻലാൽ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നടൻ ഇനി എന്താണ് തെളിയിക്കാനുള്ളത്? സ്റ്റാർഡം തെളിയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആക്ടിങ്ങിൻ്റെ പല തലങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതും അദ്ദേഹത്തെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം എന്ന ആക്ടറിനെ ഉപയോഗിക്കുന്ന സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. അതായത് സ്റ്റാർ സിനിമകൾ, എപ്പോഴും എല്ലാ സിനിമകളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ ഓറയാണ് ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ആ സിനിമകൾ കൂടുതൽ ചെയ്യുന്നു. കോടി ക്ലബ്ബുകളൊക്കെ ജയിക്കുമ്പോഴും നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ഈ അടുത്ത കാലത്ത് വന്നത് ഏതാണ്? ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ച് ടോക്സിക് ഫാൻസിനെ മാറ്റി നിർത്തിയാൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഇപ്പോഴും മിസ് ചെയ്യുന്ന പഴയ മോഹൻലാലിൻ്റെ പ്രകടനങ്ങൾ തന്നെ. നമുക്കും അറിയാം, പഴയ മൈക്രോ എക്സ്പ്രഷൻസ് കൂടെയൊക്കെ കാണിക്കുന്ന ഇമോഷൻസ്, പഴയ നാച്ചുറൽ ആക്ടിങ്, ഈ താരത്തിൻ്റെ ഭാരമില്ലാത്ത സാധാരണ കഥാപാത്രങ്ങൾ നമ്മൾ എത്രയോ സിനിമകൾ കണ്ടതാണ്. കിരീടം, ഭരതം, തന്മാത്ര, വാനപ്രസ്ഥം. അതുപോലെ നമ്മൾ അങ്ങനെയുള്ള ആക്ടർ മോഹൻലാലിനെ കാണാനാണ് നമ്മൾ സാധാരണ ആരാധകർ ഇഷ്ടപ്പെടുന്നത്. കാരണം അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ദ കംപ്ലീറ്റ് ആക്ടർ എന്നാണ്, അല്ലാതെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്നല്ല. നമുക്ക് വേണ്ടത് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്ന സംവിധായകരാണ്. അങ്ങനത്തെ സിനിമകളാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായി ഈ സിനിമയെ പ്രതീക്ഷ കൂടും. കാരണം ഈ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു കൗതുകം അത് തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ പിന്നെ ദിലീഷ് പോത്തനൊപ്പം സ്വപ്നതുല്യമായ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ടീമുണ്ട്. തിരക്കഥ ഓഫ് കോഴ്സ് നമ്മുടെ ശ്യാം പുഷ്കർ. മലയാള സിനിമയിൽ ഈ ശക്തമായ തിരക്കഥ കൊണ്ട് സ്പേസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ശ്യാം. എല്ലാവർക്കും മനസ്സിലാകുന്ന, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള യഥാർത്ഥ ജീവിതത്തിലെ സംഭാഷണങ്ങൾ ശ്യാമിൻ്റെ തിരക്കഥയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ കഥാപാത്രങ്ങൾക്ക് നല്ല ഡെപ്ത് ഉണ്ട്, ആഴം നൽകുന്ന എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ കോറേറ്ററായിട്ട് പോൾസൺ സ്കറിയ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത് കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാതൽ ദ കോർ എന്ന മമ്മൂട്ടിയുടെ സിനിമ തിരക്കഥ അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ അതിരടി അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ഒരു സ്ട്രക്ചർ അദ്ദേഹത്തിൻ്റെ, അതായത് ഒരു ബാലൻസിങ് സ്ട്രക്ചറും ഒക്കെ ഈ പോൾസൻ്റെ കഥയെ കാണാൻ കഴിയും. ക്യാമറ നമ്മുടെ ഷൈജു ഖാലിദ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഉസ്താദാണ് അദ്ദേഹം. നമ്മൾ ബാലൻ എന്ന സിനിമ ലാസ്റ്റ് കണ്ടതാണ്. മഹേഷിൻ്റെ പ്രതികാരം മുതൽ ബാലൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര കണ്ടറിയാം. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകൾ നമ്മളോട് സംസാരിക്കും. ഒരു ലൊക്കേഷൻ പോലും ആ ഒരു കഥ പറയിപ്പിക്കും നമ്മളെടുത്ത് ആ ഫ്രെയിമിൽ കൂടെ. മോഹൻലാൽ എന്ന ആളെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ കാണാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്. പിന്നെ മ്യൂസിക്, സുശീൽ ശ്യാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മ്യൂസിക് ഉപയോഗിച്ച് ഇമോഷൻ സൃഷ്ടിക്കുന്ന മലയാളത്തിൻ്റെ ഒരു മാജിക് മ്യൂസീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സൈലൻസ് മ്യൂസിക് ഉപയോഗിച്ച് ഉള്ള ഒരു ബാലൻസ് ആണ് സുശീലിൻ്റെ ഒരു പ്രത്യേകത. അതൊരു പ്രത്യേക കഴിവാണ്. അതായത് ഒരു ഓവറായി പോകാതെ കൃത്യമായി പിടിച്ച് മ്യൂസിക് ചെയ്യാനുള്ള കഴിവ്.
അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ടീമാണ് ദ ഫൈനസ്റ്റ് ആക്ടർ എൻ്റെ കൂടെ ചേരുന്നത്. അപ്പോൾ എന്തായാലും മിറാക്കിൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പഴയ ആക്ടർ മോഹൻലാലിനെ തിരിച്ചു കിട്ടുന്നതാണോ, അതോ പുതിയ ദിലീഷ് പോത്തൻ മാജിക് സംഭവിക്കുന്നതാണോ, അതല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നൊരു പുതിയ അനുഭവമായിരിക്കും? എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നെടുങ്കണ്ടം മിറാക്കിൾ മലയാള സിനിമയിലെ ഒരു പുതിയ അധ്യായമായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.